SNDP യോഗ മുഖപത്രമായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് എഴുതിയ ലേഖനം മുഖപ്രസംഗത്തിലാണ് ഇങ്ങനെ ദേവസ്വം ബോർഡുകൾക്കെതിരെ SNDP ആഞ്ഞടിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ നെഞ്ചു തകർക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് അതിലെഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ ദേവസ്വം ഭരണം പ്രൊഫഷണലായ രീതിയിലേക്ക് മാറണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കാട്ടിലെ തടി തേവരുടെ ആന എന്ന ദേവസ്വം ഭരണം അവസാനിപ്പിക്കേണ്ട കാലമായിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി എഴുതുകയാണ് വെള്ളാപ്പള്ളി. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സുധീഷ്, യോഗനാഥത്തിലാണ് ഇത്ര വളരെ വിശദമായി തന്നെ ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ദേവസ്വം ഭരണം അത് കാട്ടിലെ തടി തേവരുടെ ആന എന്ന തരത്തിലാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ, ആ ദേവസ്വം ഭരണം അവസാനിക്കേണ്ട കാലമായി എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഇടപെടൽ, ദേവസ്വം ബോർഡിലും ക്ഷേത്രങ്ങളിലുമുള്ള ഇടപെടൽ കുറച്ചുകൊണ്ട് കൂടുതൽ പ്രൊഫഷണലായ ഒരു സംവിധാനത്തിലേക്ക് മാറണമെന്ന ആവശ്യമാണ് SNDP മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ ജാതി വിവേചനമില്ലാത്ത രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവരണം. അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് സർക്കാർ നീങ്ങേണ്ട സമയമായി എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അയ്യപ്പ ഭക്തരുടെ നെഞ്ച് തകർക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് നാണിപ്പിക്കുന്ന തട്ടിപ്പ് കഥകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായി പുറത്തു വരുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്ന ഗൂഢസംഘം ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിലകൊള്ളുന്നു. അത്തരം കാര്യങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയമല്യ നൽകിയ സ്വർണത്തിൽ നല്ലൊരു പങ്കും ആവിയായി പോയി എന്നും കുറ്റപ്പെടുത്തുന്നു. ഇത്തരത്തിൽ സർക്കാരിന് ഒരു വശത്ത് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന SNDP രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിന് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് തിരിച്ചറിവ് എന്ന് പറയേണ്ടി വരുമോ സുധീഷ് ഗോപാൽ? കാരണം ഈ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അധിക നാളായിട്ടുമില്ലല്ലോ. തീർച്ചയായും നിലപാട് തിരുത്തുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഈ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ അതിനുശേഷം ഈ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നതോടെ നിലപാട് ഒരു തരത്തിൽ പറഞ്ഞാൽ തിരുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് SNDPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, ബോർഡ് എന്ന വിഴുപ്പ് അത് സർക്കാർ നോക്കുമ്പോൾ സർക്കാരിനും നാറുകയാണ് എന്ന പരാമർശത്തോടു കൂടിയാണ് സർക്കാരിനും ഇതിന്റെ ആറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ അതിരൂക്ഷ വിമർശനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. സർക്കാരിന്റെ ഇടപെടലുകൾ കുറയ്ക്കണമെന്ന വളരെ നാളായുള്ള ഈ ഭക്തരുടെ ഒരു ആവശ്യം, അവിശ്വാസികളായ ഭരണകർത്താക്കൾ ഇതിൽ ഇടപെടുകയും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ താല്പര്യങ്ങൾ കുത്തിനിറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം കൂടി തടയിടുന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് SNDP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ അഴിമതിക്കും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഇടപെടലിൽ കുറച്ചുകൊണ്ട് ഭക്തരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന ആവശ്യം, ആ ഒരു നിലപാട് തന്നെയാണ് SNDP മുന്നോട്ട് വെക്കുന്നത്. അതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ, അത് ഭക്തരെ എത്രത്തോളം ബാധിക്കുന്നു എന്നും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അനു.